ഒരു സെക്കൻഡ് സാറേ. ஹலோ டேய் எப்படி இருக்க? എവിടെ നീ ഒരു ഫോട്ടോ ഇട്ടേക്കരുത്. அது நான் தான். அது അതിന്റെ അത് സുഖജീവിതം നിനക്ക്. அது நான் தான். അത് മനസ്സിലായി. നിനക്ക് ജയിലില്ലാത്ത സുഖജീവിതമാണെന്ന്. ஐயோ நீ வேற. நான் ரொம்ப கஷ்டப்பட்டுட்டு இருக்கேன். இப்ப அண்டர் கிரவுண்ட்ல தான் இருக்கேன் நான் இவட. ஃபுல் அண்டர் கிரவுண்ட். എന്ത് അണ്ടർഗ്രൗണ്ട്? ஜுவல் இருக்குல்ல ஜுவல். നീ അങ്ങേര് തപ്പിച്ചാ? தப்பிச்சு. അതെപ്പടി? அங்க மதில்ல இருந்தது. மதில்ல சாடுனேன். சாடி நான் வந்து கோச் கண்டில மைக்க தெளிச்சோன்னு அவங்க இல்லாத போடு வந்துட்டேன். அவட கோச் காணல. அவட ஆனா ரெண்டு பேர் அவன் என்ன ஆனான்னு தெரியல. என் கூட இருந்தவன் 2 பேருமே மாட்டிக்கிட்டோம். யாரൊക്കെ உன்னோட கூட இருந்தா? அது அவன் பேர் வேண்டாம். அவன் என் கூட இருந்தா 2 பேருமே நாங்க அந்த இடத்த விட்டு ചാടി തപ്പിച്ചിട്ടோம். ഞാനൊരു കാര്യം ഇങ്ങനെ അറിഞ്ഞായിരുന്നു. അവൻ വാസുവിന്റെ അടുത്ത് എന്തോ റോങ് ആയിട്ട് സംസാരിച്ചെന്ന്. அது எனக்கு அறியலடா. சத்தியம் പറയணும்னா அது வந்து நான் அது போல சம்சாரிக்கவே சொல்ல. அவன் பாட்டு ஏதோ ராங்கா சம்சாரிச்சு ரொம்ப பெரிய பிரச்சனை ஆக்கிட்டான். நான் அதுக்கப்புறம் சொல்லிட்டேன் அவனுக்கு எனக்கு அறியல அதை பத்தி. சத்தியம் പറയണ ஓவரா சம்சாரிச்சிட்டான். அதை பத்தி நான் அவன்கிட்ட பறைய கூட இல்லை. அவன் என் மேல இருக்க விசுவாசத்துல ஏதோ சம்சாரிச்சிட்டான். அது ஏன் சைடுல சாரி கேட்டுக்கிறேன். சாரி. എന്തായാലും നീ അവന്റെ അടുത്ത് എന്തായാലും അവനെ നീ എവിടെ വെച്ചേക്കണേ? അവൻ இருக்கான். അങ്ങേ വെച്ചിക്കോ, പുറത്ത് ഇറക്കാതെ. ഞാൻ കയ്യിൽ കിട്ടിയാ ഞാൻ കൊല്ലും. വാസോന്റെ കയ്യിൽ കിട്ടിയ വാസോനെ കൊല്ലും. അത് വേറെടാ. അത് വേറെടാ. നമുക്ക് ഇപ്പം വാസോനെ പറഞ്ഞാൽ അറിയല്ലോ. നമുക്കത് നമുക്കത്ര ഇഷ്ടപ്പെടൂല. എന്തായാലും വട്ടവർ പറഞ്ഞു, അത് അവന്റെ മിസ്റ്റേക്ക് ആണത്. നീ എന്തായാലും രക്ഷപ്പെട്ടല്ല. രക്ഷപ്പെട്ടേ. ഞാൻ എത്ര ദിവസം ഇതുപോലെ സുത്തണം ഊർക്കുള്ള. ഞാൻ എங்க ஊருக்கு கிளம்பட்டுமா? നല്ല കാര്യം. നീ ദയവ് ചെയ്ത് നീ എവിടെയും പോ. നീ ഏത് പാതാളത്തിലൂടെ പോ. ആ കോച്ചിന്റെ ഇതൊന്നും വീഴല്ലേ. அல்ல நான் ഈ ஊரு விட்டு கிளம்பட்டுமா ஃப்ளைட் பிடிச்சின்னு கேட்டேன். நீ இந்த ஃப்ளைட் பிடிச்சு எங்க போக முடியுமோ அங்க போ. சம்பளம் ഞാൻ എനിക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നീ എവിടെ ഉണ്ട്? ഞാൻ வந்து அதான் அண்டர் கிரவுண்ட்ல இருக்கேன். எந்த மயிர்கடையில் நான் அங்க வரேன். இங்க வர முடியாது உன்னால. நான் அது பறேன் உனக்கு நம்பர். ஜுவல் ஷாப் இருக்குல்ல. லொகேஷன் போடியா? லொகேஷன் அம்ச்சா அது அண்டர் கிரவுண்ட் ரோடுக்கு மேல காட்டும். நீ என்ன செய்யறனா 7245 அதாவது 7245 அவடவா. வர 7245 அவட. ஏறு സ്ലോ മോഷൻ കളിക്കല്ലേ. പെട്ടെന്ന് ബിഗ് ബിയിലെ മറ്റേ മമ്മൂട്ടി അവിടെ മമ്മൂട്ടി കളിക്കണവൻ. വണ്ടിയിൽ ആരെല്ലാം ഇരിക്കാ? എടാ ചന്ദ്രന്റെ കൂടെ. എടാ നീ അവളുടെ നമ്പർ ഉണ്ടോ എന്റെ വണ്ടിയിൽ? ഞാൻ എസ്ആർക്കെ ക്യാറ്റിയുടെ ഒന്ന് വിളിക്കണേ. അവൻ വിളിച്ച് ചൂടാവുന്നു അവളുടെ അടുത്ത്. താടിയൊക്കെ വളർന്നല്ലോടാ പീറ്ററെ. അതെല്ലാം ഒട്ടുമിച്ച എല്ലാം സെറ്റ് ആക്കി. പെട്ടെന്ന് സാറൊക്കെ എന്തടക്കാം ഇത് ഇതാവുന്നില്ല. എന്തിരു ചന്ദ്രു ഇതൊന്നുമല്ല. പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാം. വാ. நீ பழைய மாதிரி அவங்கள மாதிரி லாக் பண்ணிட்டியோன்னு பயந்துட்டேன். അയ്യോ ടാച്ചൽ റൂമാ. കേറ് വാ. ഇതൊക്കെ ചെറുത്. നീ അവിടെ ഇരി. ഉക്കാந்துക്കണുമാ? ആ
ഞാൻ നിന്റെ അടുത്ത് എന്തറാ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ഏ നീയേ 2 കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് അങ്ങേര് നിനക്ക് കുടിക്കാനും വാങ്ങി തന്നപ്പോഴത്തേക്കും നീ ഉള്ളതെല്ലാം അവിടെ പോയി കമത്തിയല്ലേ? അതല്ല പിന്നെ അവര് എന്റെ ഫ്രണ്ട് പോലെ സംസാരിച്ചാரு. ഫ്രണ്ട് പോലെ സംസാരിച്ചു കഴിഞ്ഞാൽ പറയൂല്ലേ? நான் പറയல. அது நான் போதையில இருக்கும்போது ஏதோ உளறிட்டேன். നിനക്കൊരു കാര്യം അറിയാവോ? ആ. ഞാൻ ഒരു മനുഷ്യന്റെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല, അറിയാവോ ഇത്? ഒരു മനുഷ്യന്റെ അടുത്ത് ഇതെല്ലാം പ്രശ്നമായപ്പോഴാണ് ഞാൻ എല്ലായിടത്തും പറയാൻ തുടങ്ങി, അറിയാവോ എനക്ക്? இத പറഞ്ഞാച്ചാ എല്ലാവർക്കും അറിയുമോ അത്? ഞാനൊരു കാര്യം പറയട്ടാ, ഒരു 10-14 പേര് എനിക്കെതിരെ നിൽപ്പുണ്ട് അവിടെ ടി വിക്കകത്ത്, ചന്ദ്ര കണ്ണെടുത്തെന്ന് പറഞ്ഞിട്ട്. അങ്ങേരിക്ക് അതുപോലെ അങ്ങേര് നിന്നെ വെച്ച് കുറെ പ്രൂഫും ഉണ്ടാക്കി. ഒസാമേരെ അടുത്ത് പോയി മുത്തുവിനെ തപ്പി നടക്കുന്നുണ്ട്, ഗണ്ണിന്റെ എണ്ണം എടുത്ത് ഫുള്ള് കാര്യങ്ങൾ എടുത്തവര് ഡാറ്റ എങ്ങനെയൊക്കെ തപ്പി, എങ്ങനെ മുത്തുവിനെ പൂത്തി എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ച് മുത്തുവിനെ. നീ എന്തിനടാ ഈ കള്ളും കുടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇതാക്കാൻ പോണേ? ഞാൻ നിന്റെ അടുത്ത് അന്ന് ആ ഡീല് നടത്തപ്പോ എന്താണ് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞേ? ഇത് ആ വെളിയിൽ ആരും അറിയല്ലേ, വെളിയിൽ അറിഞ്ഞ ഇത് സീനാവുന്നില്ല എന്ന് പറഞ്ഞേ. ஆனா அவட அவரு இருந்தாரு. எனக்கு அப்படி சொல்லி தான் என்ட்ட எல்லா உண்மையும் வாங்குனாரு. அதாவது அவட வாசல்ல வந்து நான் இருந்தது. உனக்கு எனக்கு எல்லாம் அறியும். நீ ஒழுங்கா உண்மைய பற. எனக்கு அறியும். ஆனா எனக்கு ப்ரூஃப் வேணும்னு சொல்லிட்டு அவரு எல்லா உண்மையும் கேட்டாரு. அப்பதான் நான் எல்லாமே பறஞ்சேன். அப்புறம் எனக்கு கள்ளும் கொடுத்து ஒரு ஃப்ரெண்டு போல சம்சாரிச்சாரு. சரி உன் கூட இருக்கிறதுனால நானும் அது மைண்ட் ஆக்கல. சரி ஃப்ரெண்டு தானே. ചന്ദ്രനോட ഫ്രണ്ടിന് എന്ത് പ്രശ്നവും ഇല്ല. ഇപ്പൊ SRK മാതിരി അവരും അവിടെ இருந்தார்ல. இப்போ அதான் பறைய வர. എന്നിട്ട് എന്താ പറഞ്ഞത് കോച്ചിന്റെ അടുത്ത് നീ? எதுவும் இல்ல. 20 guns அந்த சேல் தான் நான் பறஞ்சேன். வேற எதுவுமே பறையல. എന്താ പറയണല്ലേ? അല്ലടാ സാർക്കെ, വേറെ ഇനി എന്തിനു പറയാ ഇനി? കൂടുതലൊന്നും പറയാനില്ല. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പീറ്റർ അണ്ണനെ തൊട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ആർക്കാണ്? அது எனக்கு நிறைய அசிஸ்டன்ஸ்ல இருக்காங்க. இப்போ நானே உன்ட்ட പറയணும், சத்தியமா இருக்கணும். முத்துப்பாண்டி எவடல இருந்து நான் விழிச்சேன். அது போல நிறைய ஃப்ரெண்ட்ஸ் உண்டு எனக்கு. ഓക്കേ, அந்த ഫ്രണ്ട്സ് കോച്ചിന്റെ കൂടെ തന്നെ കടത്തി. കോച്ചിന്റെ ഫ്രണ്ടിനെ നിന്റെ ഫ്രണ്ട് കടത്തി. அதே நான் ஸ்கெட்ச் போட்டுக்கிட்டு, அதாவது ഇവിടെ இருந்து ஃபோன் இருந்தது. எனக்கு ஃபோன் ரேடியோ கொடுத்தாங்க. நான் ഇവിടെ നിന്ന് ഫോൺ ചെയ്ത് അവിടെ இருக்கும் பாரு ஒரு ஃப்ரெண்டு கோச்சுக்குள்ள யார் இருக்கான்னு நோக்கு. அப்ப அவன் பறஞ்சு ஏஜ் അവിടെ இருக்குன்னு பறஞ்சு, சரி அவனை கிட்னாப் ஆக்கு, கோச் ஆட்டோமேட்டிக்கா நம்ம கிட்ட வரும்னு பறஞ்சு ஆட்டோமேட்டிக்கா என்கிட்ட வந்து സംസാരിച്ച് எல்லாம் செட் ஆக்கி போய் அப்புறம் இவன் ஓவரா சம்சாரிச்சு இவன் என்ன இன்னும் கோவத்துக்கு ஆளாக்கிட்டான். அவன் வந்து கோச் ரொம்ப கோவப்பட்டு தேசியமாய் என்ன வந்து இல்லாத எல்லாம் அடிச்சு என்ன ரொம்ப ചിത്രവേദന பண்ணி எனக்கு സ്ലീപ്പിംഗ് ബസ് കൊടുക്കറെന്ന് சொல்லி പറഞ്ഞു കൊടുത്താரு. ഞാൻ കാര്യം പറയട്ടാ, അന്നാ പ്രശ്നത്തിന് ശേഷം വാസുവണ്ണ നല്ല കലിപ്പിലായിരുന്നു. കലിപ്പെന്ന് പറഞ്ഞാൽ അന്യായ കലിപ്പിലാണ് ഗ്യാങ് ഹൗസിലോട്ട് ഒന്ന് കയറിയത്. സത്യം, മനസ്സിലായ? വെറുതെ എനിക്ക് തലവേദന ഉണ്ടാക്കല്ലേ. എന്നിട്ട് നിന്റെ കൂട്ടരെ പുറത്തിറങ്ങിയാൽ ചാവും, കൺഫേം ചാവും. അവന്റെ പറയണോ അത്? അവനെ എവിടെയാ നീ ഇരിക്കണം അവിടെயே കുഴിച്ച് മൂടനായിരിക്കും ഏറ്റവും നല്ലത്. இங்க பாரு சந்திரா, எனக்கு வந்து அவன் வந்து வெறும் வந்து ஒரு ஹெல்ப்பர் தான். ஓகேவா? எனக்கு நீ தான் முக்கியம். அவன் வேணும்னா சொல்லு, நான் உனக்கு அவன் தலையை தரேன். തല വേണ്ട അല്ല, എനിക്ക് അവനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണം. ഇപ്പൊ വേണ്ട എനിക്ക്, പക്ഷെ എനിക്ക് വേണം അവനെ. നീ അവന്റെ തല നീ പൊതിഞ്ഞോണ്ടെന്ന് പറഞ്ഞ തല ഞാൻ വെട്ടിയെടുത്തോളാം, നീ എനിക്ക് ആളെ തന്നാ മതി. എടാ എന്ത് ഡയലോഗ് അടിക്കണ വാസുവിന്റെ? എടാ ഞാൻ കാര്യം പറയട്ടെ, ഇവിടെ ഒരു ടിവിയുടെ വണ്ടിയിൽ ഇടിക്കുന്നതിനെ 10 എത്ര വലിയ ഗ്യാങ് ആയാലും അവന്മാരെ മുഴുവൻ എല്ലാത്തിന്റെ അടിച്ച് തലയെ വെട്ടി കീറിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അന്നേരം പോയിട്ട് വാസുവിന്റെ അടുത്ത് മാസം അടിക്കണ. അല്ലടാ, അവൻ എനക്കാവ ചെയ്തിട്ടാണ്ടാ, അതാണ്ടാ പ്രശ്നമായി. ആണാ അവനക്ക് അറിയില്ല യാര്. നീ എവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ കൊന്നേനെ മാറി, മനസ്സിലായ? நான் விசாரிக்க மாட்டேன்னு உனக்கு அறியலடா. நான் சத்தியம் പറയணும்னா அவன் வந்து என்ன பண்ணானா எனக்கு ரொம்ப விசுவாசமா இருந்துட்டான். அதான் பிரச்சனை. அவட என்னை தொட்டுனால அவனுக்கு தேசியம் வந்தது. அவ்வளோ க்ளோஸ் ஞானம் ஆகணும். ഞാൻ ഒരു കാര്യം പറയട്ടാ,
ആ. അപ്പൊ ഇനി വേറെ വഴിയൊന്നുമില്ലടാ പീറ്ററെ. നിനക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ആ. ഒന്ന് നിനക്ക് ഞാൻ അങ്ങ് അറ്റരിക്കണ മെഷീൻ ഓണാക്കി തരാം, അതിൽ കൊണ്ട് കഴുത്ത് വെച്ച് ഭരിക്കുക. അതെ. രണ്ടാമത്തെ ഓപ്ഷൻ കറണ്ട്, ഇത് ആ സാധനം ഓണാക്കി അതിൽ കയറി പിടിക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ന്യൂസ് പേപ്പർ അല്ലേ, അത് തൊണ്ടയിലോട്ട് കുത്തി ഇറക്കി ശ്വാസം മുട്ടി മരിക്കുക. നാലാമത്തെ ഓപ്ഷൻ കത്തി കഴുത്തെടുത്ത് മരിക്കുക. പിന്നെ അഞ്ചാമത്തെ ഓപ്ഷൻ ഇച്ചിരി ടാസ്ക് ആണ്, അയൺ ബോക്സ് ആണ്. ചന്ദ്ര நம்ம സംസാരിക്കുന്നതാണ് ഇവിടെ വന്ന് ആറാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓ അത് സൽ ആറാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുക. നിനക്ക് പുറം ലോകം കിടയാത്, നിനക്ക് അന്ത ജയിൽ, നീ വിട്ട് ഇന്ത ജയിൽ. ஐயோ நான் இந்த ஊர் விட்டு கிளம்பிடுறேன். நான் ஏர்போர்ட்ல ஏத்தி விடுறா, நான் விசா எடுத்துட்டேன், ഞാൻ கிளம்புறேன் ഇപ്പോ, എന്നെ വിട്. ഇവ എങ്ങനെ പോയാൽ ശരിയാകത്തില്ലല്ലോ. അയ്യേ സാർക്ക് എവൊന്നും ചെയ്തില്ലല്ലോടാ, കൊണ്ട് പറയിപ്പിച്ചല്ലേ. പക്ഷെ കാര്യങ്ങളൊന്നും കലങ്ങി തെളിയാതെ ഇവ ഇവിടുന്ന് പോയി കഴിഞ്ഞാലേ എന്തൊരു சொல்லவே இல்லை. அதுக்கப்புறம் திருப்பி என்னை அடிச்சு சித்திரவேதனை பண்ணி டே 2 கேட்டாங்க. அப்ப நான் திருப்பியும் என்னை அடி தாங்க முடியாத அவட அலீனா உண்டுன்னு நான் பறஞ்சிட்டேன். என்ன அலீனா அவட இருந்தது, அந்த டீல்ல அலீனாவும் இருந்தா, அதுக்கப்புறம் நீனும் இருந்த, அதுக்கப்புறம் அவட கேப், அதாவது ஒரு பிளாக் கேப் போட்டுட்டு ஒரு கோட் சூட் போட்டு ஒரு உள்ள இருந்தது நான் வரைஞ்சேன். அப்புறம் என்ன டீல், அதான் உசாமா. ആരൊക്കെ പേര് പറഞ്ഞ്? അലീനയുടെ അലീന അവിടെ ഇരുന്നതെന്ന് പറഞ്ഞேன். വേറെ வேற யாரும் പറയல. അലീന മട്ടും തന്നെ. കൺഫേം കൺഫേം കൺഫേം. ലൗഡ് സ്പീക്കർ പോട്ട് നീ സംസാരിക്കുന്നതെല്ലാം കേട്ടാங்க. അന്ന് ഞാൻ വിളിച്ചപ്പോ എനിക്ക് സ്റ്റീവിന്റെ സൗണ്ട് ഞാൻ കേട്ടായിരുന്നു. സ്റ്റീവ് പക്കத்துல இருந்து സ്റ്റീവ് ഉണ്ടായിരുന്നു. எல்லாமே இருந்தாங்க, கூடயே இருந்தாங்க. யாரൊക്കെ ഇരുന്ന് இந்த സിറ്റുവേഷനില്? സിറ്റുവേഷനില് മന്ദാരം കൂടെ അവിടെ വന്നത്. ചന്ദ്രു ഇത് വേറെ അവിടെ, அதாவது அந்த என்னோட அசிஸ்டன்ட் എന്താ ഹെയർ சொல்லு ഞാൻ പറയാം. எனக்கு ஹேர் ஞாபகம் இல்லையே. பூனை ட்ரெஸ், பூனை எனக்கு அறியல சத்தியமா. ட்ரெஸ், அதுக்கப்புறம் ஹெல்மெட் போட்டு, அல்ல அல்ல இல்ல இல்ல ஃப்ரண்ட்ல பூச்சான்னு நினைக்கிறேன், எனக்கு മനസ്സിൽ ആകല. മന്ദാരം പൂച്ച, അത് തന്നെ മന്ദാരം. മന്ദാരം. വേറെ യാര്? സ്റ്റീവ്. രണ്ട് മന്ദാരം, സ്റ്റീവ് അവിടെ அவங்க இருந்தாங்க. அதுக்கப்புறம் வேற யார் இருந்தாங்க അവിടെ? கலர் சொல்லடா, எந்தேல கண்டு எந்தேல Dress எது வேணும் சொல்லு. எனக்கு டக்குன்னு நீ கேட்டா எனக்கு ஞாபகம் வரல, கொஞ்சம் டைம் கூட. எனக்கு கொஞ்சம் மணியும் கூட. മണി കൊടുക്കാനാ? இல்ல 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 அல்ல അത്രയും ചെയ്ത് വെച്ചിട്ട് തരാടാ, നിനക്ക് ഞാൻ മണി തരാടാ, തെണ്ടി. ഇതൊരു മണിയാ ചോദിച്ചത് എന്തിനു? ഗൊമ്മാളെ நம்மால அவர் என்னன்னா திட்டுறாரு, நீனும் திட்டுற. അയ്യോ സോറി കളിക്കല്ലേ, നീ ചോരണ്ടല്ലേ ഇത് കുത്തി പൊളക്കിഞ്ഞേ, എന്റെ സ്വഭാവം നടത്തണ്ട. ഇതിപ്പം അല്ല ചന്ദ്രു, ഈ ഇവനെ കൊണ്ട് ആരെങ്കിലും പറയിച്ച ആണെന്ന് വാസുവിന് മനസ്സിലാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താലോ? ഞാനെ കൊണ്ട് ചന്ദ്രനോട് വൈരാഗ്യമുള്ള ആരെങ്കിലും ഇവനെ കൊണ്ട് ഇങ്ങനെ പറയിച്ചതാണ്, ചന്ദ്രു ആണ് ഇതെല്ലാം ചെയ്തത്, ഇതിന്റെ പിന്നിൽ ചന്ദ്രു ആണെന്ന്. ഒരു വഴിയുണ്ടെങ്കിൽ ഒന്നൊരു കാര്യം പറഞ്ഞു. ഹലോ, പറയട്ടുമാ? കത്തിയിട്. ஃபர்ஸ்ட் அந்த முடி வந்து லைட்டா ப்ளூ பப்ளுக்குலாம் ப்ளூன்னு சொல்லுவாங்க. மோபி, ஜுப்ரு, ஜூடு, அதுக்கப்புறம் LS2, அதுக்கப்புறம் கிரேப் முடி, கிரேப் ஹேர். സ്റ്റീവ് അല്ലേ അത്? സ്റ്റീവ് മറ്റേ ഇതല്ലേ, വില്ലുവാ?
വലിയ പേര് 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 വിളിച്ചിട്ട് ഓർമ്മയുണ്ട അവര് വിളിച്ച ஆஹா அவங்கக்குள்ள பேரே விழிக்கவே இல்ல. ചൂട് ஆனா உங்க லீடர் மட்டும் நல்லா இருந்தாரு எனக்கு தெரிஞ்சாரு. அவர் நல்லா ക്ലീനാ ഒരു മാസ്ക് പോടല ഇതുമേ പോടല. പോടല. ആമാ. പോടല. പിന്നെ ബാക്കിയുള്ള രണ്ട് മൈത്തിക്കാണ് ഇതെല്ലാം പോട്ടിട്ട് പറഞ്ഞ നിന്റെ അടുത്ത് നിന്നെ അറിയാമെങ്കിൽ എന്നെ വെച്ച് ചെയ്തല്ലടാ എല്ലാരും കൂടി. இல்ல பிளாக் ஹுட்டி அப்புறம் ஒருத்தர் பிளாக் ஹுட்டி போட்டிருந்தாரு. நான் அப்பவே உன்னை விழிக்கும் போது அவங்க எதிரில സംസാരിച്ചവங்க கூட. നിനക്ക് ഞാൻ 2 ഓപ്ഷൻ തരാം. മൂന്ന് ഓപ്ഷൻ തരാം. ഒന്നല്ലെങ്കിൽ നീ இந்த സിറ്റിയെ വിട്ടേ നീ പോണം. ഓക്കേ. രണ്ടാമത്തെ ഓപ്ഷൻ നീ ഒസാമയുടെ കൂടെ മുത്തുവിനെ ഒസാമയുടെ കയ്യിലാണ് കൊടുത്തേക്കണേ. ശരി. ആ ഒസാമ മുത്തുവിന്റെ കൂടെ പോയി നിൽക്കണം. ഓക്കേ. തേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വാസുവിനെ വിളിച്ചിട്ട് നീ പറയണം കോച്ച് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന്. உனக்கு அந்த மூணுத்துல உனக்கு எது நல்லா இருக்கும்? அதுல எனக்கு என்ன பலனு? அந்த மூணாவது ஆப்ஷன் கொஞ்சம் பெட்டர் ஆயிட்டு இருக்கு அல்லடா சார்? ஆமா அதுதான் பெட்டர். இல்ல இதனால உனக்கு ஏதாவது பேட் வேர்ட் வந்ததா? உன்னை என்ன சொல்றாங்க இப்ப எல்லாம் என்ன டேய் സംസാരിക്കறாங்க? എന്നെ നല്ല രീതിയിൽ എല്ലാരും കൂടി ഇട്ട് ഗ്യാങ് ഹൗസിൽ നല്ല സംസാരമായി ഇതിനെ പറ്റി. ഞാൻ ഗണ്ണ് വെച്ചിട്ടുണ്ട്, ഗണ്ണ് ചന്ദ്രനെ പിടിക്കും, പ്രൂഫ്. ஓ சுவிட்ச் போட்டீங்களோ? ஆமா ஆமா ஆமா. ம். ആ ആ ബൾബ് മാറ്റില്ല, എന്തൊരു ചുമലയായിരുന്നു, ഞാൻ മാറ്റി വൈറ്റ് ആക്കിയതാ. അതന്നെ പറയാൻ വന്ന രാത്രി ആകുമ്പോഴത്തേക്ക് ഓട്ടോട്ടി ഓണാവും. പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ പ്രൂഫൊക്കെ എല്ലാം സെറ്റാണ്, ചന്ദൻ എടുത്ത കാര്യം ഞങ്ങൾ അറിഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് അവര് ഇതായി. അത് എനിക്ക് അത്ര അവരുടെ സൈഡിൽ നിന്ന് തോന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി, മനസ്സിലായില്ലേ? വാട്ടെവർ ഞാൻ കണ്ണെടുത്ത് എന്തിനാണെന്ന് എനിക്കറിയാം നല്ല പോലെ. അത് ആകാശ് കൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അത് ഞാൻ എടുത്തതെന്ന് അത് പറയേണ്ട സമയത്ത് എന്തായാലും ഞാൻ പറഞ്ഞോളാം, അത് വേറെ കാര്യം. പക്ഷെ മനസ്സിലായില്ലേ, അത് ആ വേ ഓഫ് ടോക്കിങ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറയണെന്ന് പറഞ്ഞാ ഇതിപ്പം നിനക്ക് ഇതില് ഈ മൂന്നാമത്തെ ഓപ്ഷനാണ് നീ ചൂസ് ചെയ്യണമെങ്കിൽ നിനക്കൊരു 20 CR നിന്റെ കയ്യിരിക്കും. 20 CR എടാ இங்க பாரு, 20 மூணாவது CR ஆப்ஷன் நான் செய்யணும்னா அல்ல சத்தியம் പറയணும். தேர்ட் ஆப்ஷன் நான் சொல்லணும்னா நாளை வந்து நான் சிட்டில நடக்கும்போது எவட கோச் வந்து என்ன எங்க சொருகுவாருன்னு எனக்கு அறியாது. ஓகேவா? எனக்கு ஃபர்ஸ்ட் லைஃப் த்ரெட் உண்டு. எனக்கு நாளை இவ்வளவு சிட்டிக்குள்ள என்னால நடக்க கூட முடியாது. இப்போ நான் வேற ஊருக்கு போனேன்னா நான் சேஃபா நான் ஜாலியா ஜீவிக்கலாம். ஓகேவா? அப்போ நான் இவ்வளவு பெரிய ரிஸ்க் எடுக்கிறேன்னா 20 CRலாம் சாரி. ஓ நீ இப்போ கொத்த போறியாண்ணே? எனக்கு ஊருக்கு போண்டே ஊருக்கு அது போகணும்னு தான் இருக்கு. ஊருக்கு போனா நிம்மதியா இருக்கிற காசை வச்சுட்டு இருக்கிற தொழிலை தெரிஞ்சுக்கிட்டு அதை செய்து நான் பழச்சுப்பேன். இவனா இருந்தா நான் என்ன செய்யணும்னா நீ குத்துவியா இல்லைன்னா கோச்சு குத்துவாரா, அது போல நான் பயந்துட்டே ஊர்ல பேடியோட சுத்தணும். 20 CR 20 CR என்ன 25 அல்ல அது ரொம்ப குறைவு. இது 50 CR லைஃப் 50 நோ மோர் பார்கெனிங். 50 CR 30 അല്ല ഡയറക്ടർ 50 പോയി ഇല്ല. അവൻ പറഞ്ഞ 15 CR എന്നാ പറഞ്ഞ, ഞാൻ പറഞ്ഞ 30 CR എന്ന്. 30 CR ലാസ്റ്റ്. இங்க பாரு, நல்லா நினச்சிக்கோ. இவட சிட்டியில் போய் நோக்கினா இந்த தேனி ஹனி ஜாப் செய்தாலே அவ்வளோ மணி கிட்டும். ஓகேவா? கரெக்டாக ஒரு 4 ദിവസத்தில் 30 CR மேடிக்கலாம். இது என் லைஃப் ட்ரெட்ன்னு நான் உன்ட்ட பறையிறேன். இது என் லைஃபுக்காக நீ வந்து 100 CRனாச்சும் கொடுத்தா கிட்டும், எனக்கு செட் ஆகும். ഒറടി രണ്ടെണ്ണം തന്നു നീ എല്ലാം പറയുമല്ല സത്യങ്ങളൊക്കെ. അല്ല எனக்கு இப்போ வேண்டாம், நான் இப்போ குடிக்கிறது இல்லை, இதை வேண்டாம். എടാ ഞാൻ 30 CR നീ വാസോന്റെ അടുത്ത് ഇത്രയും പറഞ്ഞാൽ മതി. വാസോണ്ണ അതായത് ഇതെല്ലാം കോച്ച് പറഞ്ഞിട്ടാണ് ചെയ്തത്, വേറെ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറയുന്നു. വേറെ പ്രൂഫ് ഒന്നും നീ കൊടുക്കണ്ട തൽക്കാലം. അത്രയും വേണ്ട, നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്താൽ. ഞാൻ പീറ്ററാണ്. இந்த വിഷയം ഈ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം അത്രയും നീ വാസോന്റെ അടുത്ത് പറയണം.
അതിനുശേഷം നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം. அப்ப என் ஜிபிஎஸ் நோக்கி வராதா? എന്താ GPS വരാതെ നിന്നെ ഹൈഡ് ചെയ്യണ കാര്യം ഞാൻ ആയിട്ട്. ஓகே. சத்தியம் இல்ல? സത്യം இது സത്യം സത്യം பிரச்சனை ஆகாதுல்ல? സത്യം. ஆ അതായത് കോച്ച് ഇപ്പൊ വാസുവിന്റെ ഇത് ആദ്യമായിട്ടാണ് കോച്ച് ഒരു കാര്യം വാസുവിന്റെ അടുത്ത് ഇത്രയും സീരിയസ് ആയിട്ട് ഗ്യാങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്രയും സീരിയസ് ആയിട്ടൊരു കാര്യം പറയുന്നത്. അപ്പോ ഇത് പറയുമ്പോഴത്തേക്ക് എന്തായാലും ഇതിന്റെ ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. എനിക്ക് ആ കൺഫ്യൂഷൻ ഉണ്ടായാൽ മതി ജസ്റ്റ് ഒന്ന്. ആ സമയം കൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ്, എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയാൽ മനസ്സിലായില്ലേ? എടാ എനിക്ക് ഉറക്കമില്ല 2-3 ദിവസം കൊണ്ട്, എനിക്ക് അറിയാവോ ഇതിന്റെ പുറകെ നടന്ന് തല മരവിച്ച്. ഇന്ന് വാസവണ്ണൻ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എവിടെയോ പോയേക്കുക. ഞാൻ അപ്പോഴേ തീരുമാനിച്ചു ഇന്ന് എന്തേലൊക്കെ ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് പറയണേ, നിനക്ക് കാശ് വേണമെങ്കിൽ നീ ഇത് ചെയ്യണം. மதி. ഞാൻ மணி கொடுக்கலனா எப்படி நான் இது എടാ, നീ പറഞ്ഞ 10ന്റെ പൈസ എനിക്ക് തരണ്ടല്ല. 5 കോടി നിന്റെ 5 കോടി എടുത്തു കഴിഞ്ഞാൽ നിന്റെ സൗണ്ടിൽ ഡബ് ചെയ്യണം. അപ്പൊ എനിക്ക് വേറെ കിട്ടും. என்ன போல സംസാരിക്ക ആള് കിട്ടും ഉനക്ക്? ആ കിട്ടും. 5 കോടിയില് കിട്ടും. ഇവനെ കൊന്നാലടാ അവനെ സാർക്കെ. ഇവനെ കൊന്നാലോ ഒരു പ്രശ്നമില്ല. ഇവനെ കൊന്നാലോ നമുക്ക് വേറെ വഴി നോക്കാം. മതി. അണ്ണാക്കിലോട്ട് എടുത്ത് വെച്ചുകൊടു. മതി. ഓക്കെ അല്ലേ? ഓക്കെ. ഇതിലൊരു മാറ്റം വരല്ലേ? எனக்கு ஃபுட் வாட்டர் அதுக்கப்புறம் இங்க வந்து குடிக்க சரக்கு புண்ணு சிகரெட் அது மட்டும் செட் பண்ணி கொடுக்க முடியுமா உள்ள? ഒരു AC റൂം വിത്ത് TV, ഒരു 2-3 പെമ്പിള്ളേരെ കൂടി ഇങ്ങോട്ട് വരട്ടെ. അതെ കൊലയാടി മോനെ, എന്നെ ഇത്ര ആക്കി എന്നെ നീ നിന്റെ വായ ചവിട്ടിക്കീറുന്നിന്റെ. சத்தியம் പറയണോ 1 வீக் நான் அடி வாங்கி அவட வந்து ஃபுல்லா உடம்பு ஃபுல்லா காய. நீ நோக்க போறியா? 1 மினிட் நோக்கு. உடம்பு பாரு. എവിടെ? ഒന്നുമില്ലല്ലോ. പ്ലാസ്റ്റിക് സർജറി ചെയ്തവേ. இப்ப செட் ஆகி இப்பதான் நான் ஹாஸ்பிடல் போயிட்டு ஃபேக் ஐடி கொடுத்து எல்லாம் செட் ஆக்கி வந்து கீழே கூட பாரு. கீழே கூட என் பாதத்தை என்னோட இது பாரு. என்னோட ஹீல்ஸா அது என்னது சொல்லுவாங்க? கால் ஃபுட் பாரு. ஃபுட் ஃபுல்லா அடி. என்ன படுக்க போட்டு அடிச்சாங்க. ടോട്ടൽ അവിടെ എത്ര ഉണ്ടായിരുന്നു വാസവണ്ണൻ കോച്ച്? ടോട്ടൽ ഒരു 5 people இருந்தாங்க. 5 to 4 people I think. ഇറങ്ങി വാ. என் பேர் ராமசாமி. வெளியே ராமசாமி தான் சொல்லி சுத்திட்டு இருக்கேன். അങ്ങനെ പറഞ്ഞാ ഇത് ബാബുസേട്ടും കൂടെ ഉണ്ടെങ്കിലേ ഇത് കുറച്ചധികം പണിയെടുക്കണം. എന്നിട്ട് അന്ന് നമ്മുടെ വണ്ടി ലോഡുമായിട്ട് വന്നില്ലേ? അന്നേരം വണ്ടി ആരായിരുന്നു ഓട്ടിച്ച് അറിയോ? ഏത് ലോഡ്? നമ്മുടെ ഗണ്ണ് കൊണ്ടുവന്ന ഓർമ്മയില്ല. മന്ദാരോ അല്ലെങ്കിൽ സെക്കൻഡ്, ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാളായിരിക്കും അന്ന് ലോഡുമായിട്ട് വന്നിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ചന്ദ്രു അങ്ങനെയും കൂടെ ഒരു കളി കളിക്കാം. നോക്കാം. കോച്ചും മന്ദാരമാണ് ഇതിന്റെ പിന്നിൽ നിന്ന് വരുത്തി തീർക്കാൻ പറ്റി കഴിഞ്ഞാലുണ്ടല്ലോ, ബാക്കി തെളിവുകൾ നമുക്ക് ഒപ്പിക്കാൻ എളുപ്പമാണ്. നീ ഇവിടെ ഇറങ്ങിക്കോ. മുത്തു താഴെ അണ്ടർഗ്രൗണ്ടിൽ കാണും. അവൻ്റെ കൂടെ പോയി ജാളിയായിട്ട് സംസാരിച്ച് 2 അടിച്ചിട്ടൊക്കെ സന്തോഷമായിട്ടിരി കേട്ടാ. ബാക്കി ഞാൻ സെറ്റ് ആയിക്കോളാം കേട്ടാ. ദേവേതാമര വായിലൊന്നും പോയി വീഴല്ലേ. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യ്. ഞാൻ പോണേ. ഉറപ്പാ
അടിച്ചങ്ങ് കൊടുക്കും. മുടിയൊക്കെ വെച്ചിട്ട് നേരെ വെളിയിൽ ഇറങ്ങിയിട്ട് വാസുവിന്റെ വണ്ടിയിൽ തന്നെ കൈ കാണിക്കും. ഉറപ്പ്. അറിഞ്ഞോളൂ. എന്തിനും ഇത് ഒന്ന് നമ്മൾ എന്ത് കാര്യം ഇനി ചെയ്താലും നമ്മൾ നല്ലോണം ആലോചിച്ചിട്ട് ചെയ്യണം. കാര്യം എന്ന് വെച്ചാലേ നമ്മൾ പുറത്തുള്ള നമുക്ക് പുറത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ